ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണമുണ്ട്. ഞാനും കാശിക്കുട്ടനൂടെ കല്യാണത്തിന് പോയാലോ എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ എണീറ്റപ്പോൾ എങ്ങനെയോ മനസ്സിലാക്കി കുഞ്ഞുവാവയും എണീക്കാനുള്ളൊരു ശ്രമം നടത്തി. കാശിക്കുട്ടൻ പെട്ടെന്ന് തട്ടി തട്ടി കൊടുത്ത് അങ്ങ് ഉറക്കിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങ് ഉറങ്ങി. ആ ഉറങ്ങിയ സമയം കൊണ്ട് ഫ്രഷ് ആവാനായിട്ട് ഓടിപ്പോയി. ഞാൻ ഏകദേശം 1 വർഷത്തോളമായി ഗൈസ് കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട്. കുഞ്ഞുവാവയെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ ഒരിടത്തും അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് പോകാനും സദ്യ കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് കല്യാണത്തിന് പോകണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. ഒരുങ്ങുന്നതിന് മുമ്പുള്ളൊരു ഷോട്ടും ഒരുങ്ങിയതിന് ശേഷമുള്ളൊരു ഷോട്ടും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എടുത്തതാണിത്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നമുക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര സൂപ്പറായിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ എടുത്തു. ഓൾറെഡി നമ്മൾ ലേറ്റായി. അവിടെ ചിലപ്പോൾ ബസ് കാണുമോ ബസ് പോയോ ഒന്നും അറിയത്തില്ല. ഹലോ ഗായ്സ്, ഞങ്ങളപ്പോഴും കല്യാണത്തിന് പോകാൻ ഒരുങ്ങി റെഡിയായി. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഞങ്ങൾ ഇറങ്ങുന്നത് നോക്കി പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്. എൻ്റെ കുഞ്ഞു വാവ. പാവം, കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലേ. ക്രൗഡഡ് പ്ലേസിലൊന്നും ഞാൻ ഇതുവരെ അവനെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഓടി ചെന്ന് ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ബസ്സിൽ സീറ്റ് മൊത്തം ഫുള്ളായിരുന്നു. ഒരൊറ്റ സീറ്റ് എനിക്ക് കിട്ടി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനും കാശിക്കൊണ്ടുകൊണ്ട് അതിനകത്തിരുന്ന്. പക്ഷേ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഭയങ്കര വിഷമത്തിലായിരുന്നു. 1 മണിക്കൂർ യാത്രയുണ്ട് ഏകദേശം ഞങ്ങളുടെ ഇവിടുന്ന് ഓഡിറ്റോറിയം വരെ. ഇപ്പോൾ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിരുന്നേ. ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി ഗൈസ്. എന്ത് ചെയ്യാനാ. അങ്ങനെ 1 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് കല്യാണം നടന്ന ഓഡിറ്റോറിയം, അനുപമ ഓഡിറ്റോറിയം. അവിടെ ചെന്ന് കുറേ ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെ എല്ലാവരെയൊക്കെ കണ്ടു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാമന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ ഫോട്ടോസും കൂടെ എടുക്കൂ മോളേന്ന്. ഞാൻ പറഞ്ഞു, അതിനെന്താ, വാ നിൽക്ക് എന്നും പറഞ്ഞു. ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. അവരുടെ ആഗ്രഹമല്ലേ, നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അത് കഴിഞ്ഞപ്പോൾ അവിടെ എതിരേൽക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നു. ഭയങ്കര ക്രൗഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ടേ പോയി. കല്യാണത്തിൻ്റെ ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള സദ്യ അപ്പോഴും തുടങ്ങി. കല്യാണത്തിന് മുമ്പ് ഒരു സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും കാശിക്കുട്ടനോട് ഓടിപ്പോയി ആ സദ്യക്ക് കയറി. അങ്ങനെ 1 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും കല്യാണ സദ്യ കഴിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സദ്യയാണോ ഇഷ്ടം അതോ ബിരിയാണിയാണോ? എനിക്ക് സദ്യയാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. എനിക്ക് സദ്യയാണ് ഇഷ്ടം. അങ്ങനെ ചോറും പരിപ്പും സാമ്പാറും പായസവും എല്ലാം കൂടെ ആയിട്ട് കഴിച്ചു. പക്ഷേ ബോളി ഇല്ലായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആ വിഷമം മാറാൻ വേണ്ടി ഞാൻ കുറച്ച് ചോറും പുളിശ്ശേരിയും മോരും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. പിന്നെ കല്യാണം കാണാൻ പോയി. കല്യാണം ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ആരുടെയൊക്കെയോ തലയുടെ ഇടയിൽ കൂടെ കുറച്ച് കല്യാണമൊക്കെ കണ്ടു. ഓടിച്ചെന്ന് ബസ്സിലിരുന്നു. കാരണം എനിക്ക് ഇപ്രാവശ്യം സൈഡ് സീറ്റ് വേണമായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ സൈഡ് സീറ്റ് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞു ഓടിപ്പോയി സൈഡ് സീറ്റ് തന്നെ പിടിച്ചിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിക്കുന്നുണ്ട്, കുഞ്ഞുമാവ എന്തോ എടുക്കുന്നു, കരയുന്നുണ്ടോ, ആളോ ഓക്കെ ആണോ എന്ന്. ഞാൻ വാവയുടെ അടുത്ത് നിന്ന് ഇത്രയും നേരം മാറി നിൽക്കുന്ന ഇത് ആദ്യമായിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ആൾ ഓക്കെ ആയിരുന്നു. കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടി ഓടി കയറിയതാണ് ഗൈസ്. നല്ല തിരക്കായിരുന്നു. അപ്പോഴെവിടെയോ തട്ടി എൻ്റെ ചുരിദാറിൻ്റെ കുറച്ച് ഭാഗം കീറിപ്പോയി. ആ വിഷമത്തിലിരിക്കുകയാണ് ഞാൻ. പിന്നെ ബസ്സിൽ നല്ല നല്ല പാട്ടുകളിട്ട് ആ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും മനസ്സിലിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പുറമേ വലിയ ഭാവവ്യത്യാസം ഇല്ലാതെ ഞാനിങ്ങനെ ഇരുന്നു. എത്ര ഒളിപ്പിച്ച് വെച്ചാലും ഉള്ളിൽ കിടക്കുന്ന സ്വഭാവം പുറത്തു വരുമെന്ന് പറയുന്ന പോലെ കുറേ അടിച്ചുപൊളി പാട്ടുകൾ കേട്ടപ്പം ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ളൊരു ത്വര വന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റിലിരുന്ന് തന്നെ കുറച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കുഴഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്ക് വെള്ളരിക്കാം. ഋഷിക്കുട്ടൻ ഇപ്പോൾ വരുമായിരിക്കും. ഉറങ്ങുവാണോ അതിൽ കയറുക. അയ്യോ, കുച്ചിട്ട് എടുക്കാൻ പോന്നില്ല, കുളിച്ചിട്ട് എടുക്കണം. കണ്ട, കുളിച്ചിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ, സീ